ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യുക. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മുടെ പാലക്കാട് ജില്ലയിലെ ചെറുപ്പശ്ശേരി പട്ടാമ്പി റൂട്ടിലെ നെല്ലായിൽ നിന്ന് ചെറുപ്പശ്ശേരിയിലേക്ക് പോകുന്ന പുതുക്കി പണിത റോഡാണിത്. അപ്പോൾ ആ റോഡിന്റെ വിവരങ്ങളാണ് ഇതിൽ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഈ കാണിക്കുന്ന ഭാഗങ്ങളെല്ലാം കംപ്ലീറ്റ് പണി പൂർത്തിയായിരിക്കുന്നു. നല്ല അടിപൊളി റോഡാണ്. അപ്പോൾ ഊരാളുങ്കൽ സൊസൈറ്റിയാണ് ഈ റോഡ് പണി ചെയ്തിരിക്കുന്നത്. അപ്പൊ അവരുടെ നല്ല വർക്കാണ്. രണ്ട് സൈഡ് നല്ല ഡ്രൈനേജ് സിസ്റ്റം എല്ലാം ആക്കി നടപ്പാതൊക്കെ ആക്കി ചെയ്തതാണ്. ഇവിടെയാണ് ബൗണ്ടറി കടവ് റോഡിലേക്ക് പോകുന്ന റോഡാണിത്. അപ്പൊ ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വാഹനങ്ങൾ ഭയങ്കര സ്പീഡിലാണ് ഇപ്പൊ റോഡ് നന്നാക്കിയതിന് ശേഷം പോകുന്നത്. വളരെ അപകട സാധ്യത ഉള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഇവിടെ എന്തെങ്കിലും ബാരിക്കേഡ്, അതേപോലെ സിഗ്നലുകൾ, ഇലക്ട്രോണിക് സിഗ്നലോ ലൈനുകളൊക്കെ വേഗം ചെയ്ത് തീർക്കേണ്ടതാണ്. അല്ലെങ്കിൽ അപകടങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം അവിടെ. ഇതിന് മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നല്ലൊരു അപകടം നടന്നു. ഒരു കാറും മറ്റുള്ള വാഹനങ്ങളൊക്കെ ആയിട്ട് ഇടിച്ച് നല്ലൊരു അപകടം നടന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ശ്രദ്ധയിൽ കൊണ്ടുവരണം. അപ്പൊ അതിനുവേണ്ടി സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും അങ്ങനെയുള്ള അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കാരണം നല്ല സ്പീഡിലാണ് പോണത്. നമ്മുടെ നാട്ടിലെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മലയാളിയുടെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയമം ഒന്നും പാലിക്കാതെ തോന്നും പോലെയാണ്. 2 ലൈനുള്ള കൊടുത്ത് 4 ലൈനോ 6 ലൈനോ ഒക്കെ ആക്കിയിട്ട് പോകും. ഒരു ലൈന് കീപ്പ് ചെയ്യുന്ന ഒരു സ്വഭാവമൊന്നും നമുക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് എല്ലാവരും നമ്മളെ നിയമം പാലിച്ച് റോഡ് എല്ലാം റോട്ടിലെല്ലാം ഡ്രൈവിംഗ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല സുഖമായിട്ട് ഓടിക്കാം. ഇത് ഇപ്പോ നെല്ലായ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഭാഗമാണ്. ഇപ്പോ മഞ്ചക്കല്ലിലേക്ക് കടക്കുന്ന ഒരു ഭാഗമാണിത്. ഈ വളവ് കഴിഞ്ഞാൽ ചെറുപ്പശ്ശേരി നഗരസഭ. ഇവിടെയൊക്കെ കംപ്ലീറ്റ് പണി പൂർത്തിയായി. ഇനി ലൈനും മറ്റുള്ള ചെറിയൊരു വർക്കുകളും ലൈറ്റുകളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പിടിപ്പിക്കാനുള്ളൂ. പെയിന്റിങ് കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ചെറുപ്പശ്ശേരി നഗരസഭയാണ്. അപ്പോ ഇവിടെയൊക്കെ പണി കംപ്ലീറ്റ് പൂർത്തിയായിരിക്കുന്നു. BMNBC ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ഇത് ഈ പെട്രോൾ പമ്പ്, ഈ ഭാഗത്ത് പെട്രോൾ പമ്പ് കാണുന്നുണ്ട്. ഈ പെട്രോൾ പമ്പിന്റെ അവിടുന്ന് അങ്ങോട്ട് BM ചെയ്യാനുണ്ട്. BM അല്ല, BC ചെയ്യാനുണ്ട്. BM ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോ അതടുത്ത് ചെയ്യായിരിക്കും. കാരണം ഓൾമോസ്റ്റ് പണിയെല്ലാം പൂർത്തി ആയി. ഇനി കുറച്ച് ഭാഗമുള്ളൂ, 100-200 മീറ്റർ ഉള്ളൂ ബാക്കിയുള്ള പണികളൊക്കെ നടക്കാൻ. എന്തായാലും 1-2 മാസം കൊണ്ട് തീരുന്നു വിചാരിക്കുന്നു. അപ്പോ ഇത് നല്ല റോഡാണ്, അടിപൊളി റോഡാണ്. ലോകോത്തര നിലവാരത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഇവിടേക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ മൊത്തം റോഡുകളുടെ ഒരു കാര്യമാണ് പറയുന്നത്. അപ്പൊ ഇതുപോലുള്ള ഉയർന്ന നിലവാരത്തിൽ ചെയ്യുന്ന ഒരു റോഡാണിത്. ഇത് പെരാളി എന്ന് പറഞ്ഞൊരു റെസ്റ്റോറന്റ് പുതിയതായിട്ട് ഓപ്പൺ ചെയ്തതാണ്. നാടൻ ബ്ലോഗേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഒരു റെസ്റ്റോറന്റ് ഉടമസ്ഥയിലുള്ള തോന്നുന്നു. നല്ല ഭക്ഷണം തോന്നുന്നു. കഴിച്ചിട്ടുണ്ടോ ഇല്ലെന്നറിയില്ല. കഴിച്ചൊരു അഭിപ്രായം പറയുക. അപ്പോ നല്ല ലോകത്തിന് നിലവാരത്തിലുള്ള റോഡാണിത്. ഇതിപ്പം മഞ്ചക്കല്ല് ഭാഗത്തെ റോഡാണ്. അത് കഴിഞ്ഞ് വളത്തിപ്പറമ്പിലേക്ക് പോകണം. ഇവിടെ ഷബീൽ സ്കൂളിലേക്ക് പോകുന്ന ഒരു റോഡാണിത്. ഈ സ്കൂളിന്റെ ഭാഗത്ത് കുട്ടികളൊക്കെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന ഒരു ഭാഗമാണ്. അപ്പൊ ഇവിടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണം. കാരണം സ്കൂൾ വിട്ടു വരുമ്പോൾ പോകുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. അപ്പൊ ഇവിടെ എന്തെങ്കിലും സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് സിഗ്നലും ബാരിക്കേഡും ലൈനും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണിത്. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഈ ചെറുപ്പശ്ശേരി കാവിന്റെ അവിടേക്കാണ് പോകുന്നത്. ഇവിടെയൊക്കെ നല്ല അടിപൊളി റോഡാണ് കേട്ടോ. 2 സൈഡും നല്ല വൃത്തിയിൽ നല്ല അടിപൊളി പണിയാണ്. നല്ല സ്ട്രെങ്ത് ഉള്ള പണിയാണ് ഇവിടെ. അപ്പോ ഇത് 2 സൈഡിലും ഡ്രൈനേജ് ഒക്കെ ഇട്ട് അതിന്റെ മേലെ നടപ്പാതൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു 2 അടി വീതി ഉണ്ടാവും നടപ്പാത. അപ്പൊ അതിലേക്ക് ഇനി ഇത് പണിയൊക്കെ കഴിഞ്ഞാൽ ഈ ജോഗിങ് ചെയ്യുന്നവർക്കൊക്കെ നല്ല സുഖമായിരിക്കും. ഒറ്റ ലൈനിൽ ഇങ്ങനെ നടക്കാൻ, ഈവനിങ്ങിലും മോർണിങ്ങിലൊക്കെ നടക്കാൻ പറ്റും. ഇതൊരു പള്ളിയാണ്, മടത്തിപ്പറമ്പിലെ പള്ളിയാണിത്. അത് കഴിഞ്ഞാല് പിന്നെ ഈ കാവിന്റെ അവിടേക്കാണ് പോകുന്നത്. ഇവിടത്തെയൊക്കെ പണിയൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇനി BC ചെയ്യാനുള്ളൂ. വേറെയുള്ള പണികളൊന്നും കാണുന്നില്ല, കാഴ്ചയിൽ കാണുന്നില്ല. പിന്നെ ഇത് ഇവിടെയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ എല്ലാം പണി കഴിഞ്ഞിരിക്കുന്നു. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഭാഗം കഴിഞ്ഞാല് പണി ബാക്കിയുണ്ട്. അപ്പൊ ഇതെല്ലാം നല്ല രീതിയിലാട്ടോ ചെയ്തിട്ടുള്ളത്. അടിപൊളി റോഡാണ് എല്ലാ ഭാഗത്തും.
കേരളം മൊത്തം ഇതേപോലെ തന്നെയാണ്. കാരണം ഇവിടെ ഈ മതിലും ഇതൊക്കെ കിട്ടിയിട്ടുള്ളത് ഈ റോഡിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. പക്ഷെ അതില് കുറെ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നഗരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നല്ല ഭംഗിയിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, എന്നാലും അതിൻ്റെതായ ഇത് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യുക. ഇതൊരു ഒറ്റപ്പാലം റോട്ടിലെ ഒരു ഭാഗം എടുത്തിട്ടുള്ളത്. ഈ ഒറ്റപ്പാലം റോട്ടിൽ ഞാനൊരു കാഴ്ച കണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ പാൻ പരാഗ് വിൽക്കുന്ന ഒരു ചെറിയൊരു കട കണ്ടു. ഒരു അന്തർല ഇട്ടിട്ട് ഇത് നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ല, നമ്മുടെ മലയാളികൾക്ക് ചേർന്നതല്ല ഇത്. കാരണം ഇതെല്ലാം ഇതെല്ലാം കഴിച്ച് തുപ്പി നിറച്ച് ആകെ വൃത്തികളാക്കുന്ന ഒരു ഇതാണ്. ഇത് നഗരസഭത്തിന് അനുമതി കൊടുത്താലും നല്ല മാർക്കറ്റാണ്. നല്ല മീനും നല്ല ഫ്രഷ് മീനും പച്ചക്കറിയും ഇറച്ചിയും ഇതെല്ലാം കിട്ടുന്നതാണ്. അതിന്റെ അവിടെ ഒരു പാൻപരാഗ് വിൽക്കുന്ന ഒരു കട കൊണ്ടുപോയിട്ടിട്ട് എല്ലാവരും മലയാളികളൊക്കെ കൊണ്ട് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. ഇതൊരു നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ല. കാരണം ഇത്രയും വൃത്തികളാക്കുന്ന ഒരു ഭാഗം ഒരു സംഗതി നമ്മൾ അനുമതി കൊടുക്കുക. ഇത് ഒരുപാട് വൃത്തികളാക്കുന്നുണ്ട്. ഇനിയിപ്പോ വീണ്ടും കാവിന്റെ അവിടെ നിന്ന് നല്ല രീതിയിലാണ് ഇത് അയ്യപ്പൻ കാവിന്റെ അവിടെ നിന്നാണ് വീണ്ടും തുടങ്ങുന്നത്. ഈ നല്ല രീതിയിലാണ് ഇവിടേക്ക് റോഡ് പണി നടക്കുന്നത്. റോഡ് പണി നടന്നുകൊണ്ടിരിക്കട്ടെ. ഇവിടെ കുറച്ച് ഭാഗമാണ് കംപ്ലീറ്റ് ആക്കാട്ടുള്ളത്. ഏകദേശം അത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ റോഡ് പണി നല്ല പുരോഗമനം ഉണ്ട് ഇപ്പൊ അവിടെ. അപ്പൊ ഈ ഭാഗത്ത് അയ്യപ്പൻകാവിലെ പമ്പാണ്. അത് കഴിഞ്ഞാൽ കുളം, അവിടെ നല്ല സേഫ്റ്റി വാളായിട്ട് നല്ലൊരു ഇത് കോൺക്രീറ്റ് എന്നൊരു മതിൽ കെട്ടിയിട്ടുണ്ട്. അപ്പൊ നല്ല സേഫ്റ്റി ആയിരിക്കും അവിടെ. അപ്പൊ ഇനി അങ്ങോട്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇതെല്ലാം ഇവിടെയൊക്കെ നല്ല വീതിയുണ്ട്. കാവിന്റെ മുന്നിലൊക്കെ നല്ല വീതിയുണ്ട്. അപ്പോ ഇത് അയ്യപ്പൻകാവാണിത്. ചെപ്രശ്ശേരിയിലെ വളരെ പേരുകേട്ട അയ്യപ്പൻകാവാണിത്. അപ്പോ ഇത് ഇവിടെ എല്ലാം റോഡൊക്കെ നന്നാക്കി കഴിഞ്ഞപ്പോ ഇനിയിപ്പോ ഈ ദൂരം ഒക്കെ ഉണ്ടാകുമ്പോൾ നല്ല സുഖമായിരിക്കും ഇതിലെ യാത്ര ചെയ്യാൻ. ഇവിടെ വെച്ചാൽ സൈഡില് ഈ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ പാർക്കിംഗ് അനുവദിക്കാൻ പാടില്ല. ഈവൻ ഓട്ടോറിക്ഷക്കാണെങ്കിലും ഏതിനാണെങ്കിലും പാർക്കിംഗ് അനുവദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. കാരണം ബസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ജാമായി മാറും. അപ്പൊ ഇങ്ങനെയുള്ള കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ പാർക്കിംഗ് ഇല്ലാതാക്കുന്ന ആയിരിക്കും നല്ലത്. അപ്പോ ഇവിടെ മാത്രം ഒരു പ്രശ്നമുണ്ട്. ഈ ഒരു 19 മീറ്റർ ഇവിടെ വളരെ വീതി കുറവാണ്. കാവ് കഴിഞ്ഞ വളവ് കഴിഞ്ഞാൽ ലൈഫ് സൈൻ സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൃദുല ഹോസ്പിറ്റൽ വരെ വളരെ ചെറിയ റോഡാണ്. കാരണം അതോടെ വീതിയൊന്നും കിട്ടിയിട്ടില്ല. ആദ്യത്തെ റോഡ് തന്നെയാണ്. ഒരു 2 ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ അതിന് കിടക്കാനുള്ള ഒരു വഴി മാത്രമേ ഉള്ളൂ. വേറൊരു ബസ്സിന് ഓവർടേക്ക് ചെയ്യാനോ മറ്റ് വേറൊരു വണ്ടിക്ക് വാഹനത്തിനൊക്കെ ബൈക്കിനടക്കം ഓവർടേക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലമില്ല ഈ ഭാഗത്ത്, ഈ ഒരു കട്ട് പോയിന്റിൽ. ഇത് കഴിഞ്ഞാൽ പിന്നെ നല്ല അടിപൊളി റോഡാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു പ്രത്യേക ഒരു മാറ്റമുണ്ട്. ഭയങ്കര മാറ്റം വന്ന നല്ലൊരു ടൗണായിട്ട്, വലിയൊരു ടൗണായിട്ട് തോന്നുന്നുണ്ട് ഇപ്പൊ ചെറുപ്പശ്ശേരി. അത്രയും സ്ഥലവും അത്രയും വികസനം വന്നിട്ടുണ്ട്. നല്ലൊരു വികസനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് റോഡ് വികസനം തന്നെയാണ്. ഇൻഫ്രാസ്ട്രക്ചറും പിന്നെ റോഡ് വികസനം ഒക്കെ വന്നു കഴിഞ്ഞാൽ, റോഡ് വികസനമാണ് ഏറ്റവും കാര്യമായിട്ട് വേണ്ടത്. അത് വന്നു കഴിഞ്ഞാൽ തന്നെ മറ്റുള്ള വികസനങ്ങൾക്ക് തനിയെ വരും. ഇത് ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്, ചെറുപ്പശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. ഇത് മുനിസിപ്പൽ പഞ്ചായത്ത് ഓഫീസാണ് അവിടെ. അപ്പൊ ഇവിടേക്ക് DM കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് ഇവിടെ. അപ്പൊ നല്ല വീതിയാണ് കേട്ടോ ഇവിടെയൊക്കെ 4 വരി പാതയുണ്ട്. അപ്പൊ ഇവിടെ പാർക്കിങ്ങും ശരിക്കും പ്രൈവറ്റ് വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. എന്നാലും ബിസിനസ്സിനൊക്കെ പുരോഗതി ഉണ്ടാവുള്ളൂ. കാരണം ഇത് കൈവരിപ്പാതയാണ്. നല്ല സ്ട്രോങ്ങില് നല്ല ഇതിലാണ് ചെയ്യുന്നത്. നല്ല വടിയിലെല്ലാം കോൺക്രീറ്റ് ചെയ്ത് അതിന്റെ പണിയെല്ലാം കഴിഞ്ഞാൽ നല്ല സ്റ്റൈലായിരിക്കും കാണാൻ. കാരണം ലൈറ്റും വിളക്കുകളും അങ്ങനെയുള്ളതെല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ. അപ്പൊ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കാരണം ഇവിടെ ഡിവൈഡർ ഒക്കെ കണ്ടാവും കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹൈസ്കൂൾ റോഡ് ഇത് എല്ലാവർക്കും അറിയുന്നതല്ല. കുട്ടികൾ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ പോകുമ്പോഴൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. അവിടെ മേൽപ്പാലം നിർബന്ധമായിട്ടുള്ളതാണ്. അതിന് പരിഗണനയിലൊക്കെ ഉണ്ട് തോന്നുന്നു. പക്ഷെ എന്ന് വരുന്നുള്ള അറിയില്ല. പക്ഷെ കഴിയും പെട്ടെന്നൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. ഇത്രയും നല്ല ടൗണും നല്ല റോഡൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കാത്തത് നല്ലതല്ല. പിന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യുക. ഇത് നമ്മുടെ ഒരു ട്രാൻസ്ഫോമർ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ എല്ലാ ഭാഗത്തുള്ള ഒരു സ്വഭാവമാണ്. ട്രാൻസ്ഫോമറിന്റെ അടിയിൽ നല്ല ഹൈ ടെൻഷനും ലോ ടെൻഷനും ഒക്കെ ആയിട്ടുള്ള എല്ലാ കണക്ഷനും ഇതിൽ പോകുന്നതാണ്. അടിയിൽ ഒരു സേഫ്റ്റി ഇല്ലാതെ ഓപ്പൺ ആയിട്ട് വെച്ചിരിക്കുന്നത്. ഇത് ആൾക്കാർ കുട്ടികളും വലിയവരും ഒക്കെ നല്ല ടൗണാണ്.
തിരക്കി നടക്കുന്ന സ്ഥലത്ത് ഇതിങ്ങനെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ കഥ പറയാനുണ്ടോ? അപ്പൊ ഇതിനൊന്നും ഒരു മുൻകരുതലും ഇല്ലാതെ വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിനൊക്കെ നല്ലൊരു സേഫ്റ്റി ആയിട്ട് നല്ല നാലോളം നല്ല കല്ലൊക്കെ വെച്ച് ഒരാൾ ഉയർത്ത് നല്ല മറയൊക്കെ കെട്ടിയിട്ട് നല്ല ഒരു സേഫ്റ്റി ആക്കി വെക്കണം. ഇതൊക്കെ കണ്ട ഇതുപോലെ സേഫ്റ്റി വെക്കണം. ഇരുമ്പിന്റെ അല്ലെങ്കിൽ ഇത് ഏറ്റവും ഇതുപോലെ ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഇരുമ്പിനേക്കാളും നല്ലത് ഈ കല്ലാണ്. അപ്പൊ അതാണ് ഏറ്റവും ചെയ്യേണ്ട കാര്യങ്ങൾ. ഇപ്പോഴെന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോ ഇത് ഇവിടുന്ന് അങ്ങോട്ട് പാലക്കാട് റോട്ടിലേക്ക് പോകുന്ന ഇതാണ്. ഇത് ചെർപ്പശ്ശേരി ടൗൺ ആണ്. അപ്പോ ഇത് ബസ് സ്റ്റാൻഡ് ഭാഗത്താണ് ഇതുള്ളത്. ഇവിടൊക്കെ പണി പൂർത്തിയായി. ഇനി മറ്റുള്ള ബാക്കിയുള്ള വർക്കുകൾ BC കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള വർക്കുകൾ ഇതുമായിട്ട് മറ്റുള്ള ലൈന് സംഭവങ്ങള് കൈവരിപ്പാത അങ്ങനെയൊക്കെയുള്ളു. പിന്നെ ഈ ടൗണില് ഈ നടപ്പാതയുടെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ 2 അടിയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു 3-4 അടി വേണമായിരുന്നു. 2 ആൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോയി കഴിഞ്ഞാല് അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടും. അപ്പൊ അത് തീരെ വീതിയില്ല. ഇത്രയും നല്ല സ്ഥലം റോഡും വീതിയൊക്കെ കിട്ടിയിട്ട് അതൊരു 3-4 അടി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൗകര്യമായിരുന്നു. ആൾക്കാർക്ക് നടക്കാനും പോകാനൊക്കെ നല്ല സൗകര്യമായിരുന്നു. അത് ഇനി കൂട്ടാനൊക്കെ പറ്റുമത് കുറച്ചുകൂടി കൂട്ടിയിട്ട്. അപ്പോ അതൊക്കെ ഒരു സൗകര്യം ടൗണിൽ മാത്രം, മറ്റുള്ള ഭാഗത്തൊന്നും കുഴപ്പമില്ല, കാരണം അവിടെ നിന്ന് തിരക്കുണ്ടാവില്ല. ഇതൊക്കെ ടൗൺ ആണ്. അപ്പൊ ഇത് ഒറ്റപ്പാലം ഇത് കോപ്പറേറ്റീവ് ബാങ്ക്, അത് കഴിഞ്ഞ് ഇവിടെയൊക്കെ പണി എല്ലാം കഴിഞ്ഞു. ഇനി BC ചെയ്ത് ബാക്കിയുള്ള വർക്കുകളേ ഉള്ളൂ. എന്തായാലും വാഹനങ്ങൾക്കും സുഖമായിട്ട് ഓടിക്കാൻ പറ്റും. ഇപ്പൊ അതിനുള്ള സൗകര്യം എല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു തടസ്സങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. സൈഡിലെ ഡ്രെയിനേജ് അതെല്ലാം ക്ലിയർ ആയി. നല്ല പണിയാണ് എന്തായാലും ഇവിടെ. ഇത് 3 കൂടിയ ഭാഗമാണ് ഒറ്റപ്പാലം റോഡ് ഈ പോകുന്നത്. അവിടെയൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടുന്ന് അങ്ങോട്ട് ഇനിയിപ്പോ പാലക്കാട് റോഡിലേക്ക് കയറി ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയും വാഹനങ്ങൾക്ക് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്ത് പണിയെല്ലാം കഴിഞ്ഞ് പിന്നെ ഉയർത്തേണ്ട ഭാഗത്ത് ഉയർത്തും, താഴ്ന്ന ഭാഗത്ത് താഴ്ത്തിയിട്ടൊക്കെ ഡ്രൈനേജ് ഭാഗങ്ങളിലാണ്ട് സൈഡും കെട്ടി എല്ലാം ലെവലാക്കി വെച്ചിരിക്കുന്നു. അപ്പൊ സുഖമായിട്ട് വാഹനങ്ങൾക്ക് പോവാം. അപ്പൊ എല്ലാവർക്കും നല്ല സ്ട്രോങ്ങില് നല്ല മെറ്റലൊക്കെ ഇട്ടിട്ട് സ്ട്രോങ് ഇത് ഇനി ഇവിടുന്ന് BM ചെയ്യാനുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ BC. അപ്പൊ എന്തായാലും 1-2 മാസം കൊണ്ട് ഇതെല്ലാം തീർക്കും വിചാരിക്കുന്നത്. നല്ല റോഡ് പണിയാണ്. അപ്പൊ ഇതുപോലെ കേരളത്തിലെ എല്ലാ ഭാഗത്തും റോഡ് പണിയിട്ട് അത് ചെർപ്പശ്ശേരിയുടെ കാര്യം മാത്രം കാണിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇത് കേരളത്തിലെ മൊത്തം പോകുന്ന ഭാഗത്തൊക്കെ നമ്മള് NH66 ഒക്കെ അതിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ ലോകോത്തര നിലവാരത്തിൽ ഗൾഫിലൊക്കെ പോണ പോലെയാണ്. ഞാൻ ഗൾഫിലൊക്കെ ഓടിച്ചിരുന്ന അതേ ഒരു ഫീൽ കിട്ടും അവിടെയൊക്കെ. ഇവിടെ അതേപോലെ തന്നെ ഉണ്ടോ, നല്ല റോഡാണ്. പിന്നെ ലൈനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതേ നല്ല റോഡിൽ തന്നെ നമുക്ക് ഓടിക്കാൻ പറ്റും. അത് ഇപ്പോഴത്തെ പണിയൊക്കെ നല്ല നിലവാരത്തിലുള്ള തന്നെയാണ്, എന്താ പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടെയൊക്കെ പണി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോ BC ചെയ്യാനുള്ളൂ. അതും പെട്ടെന്ന് ചെയ്യാൻ തോന്നുന്നു. കാരണം ഇവര് എല്ലാം നല്ല ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഒരു പറഞ്ഞ സമയത്തിന് ഉള്ളിൽ എല്ലാം ചെയ്തു കൊടുക്കും തോന്നുന്നു. ഇപ്പൊ ഇത് പുത്തനാരിക്കാവിന്റെ അടുത്തെത്തി. ഇത് ഇവിടുന്ന് അങ്ങോട്ട് BM ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അവിടുന്ന് കുറച്ച് ഭാഗങ്ങൾ ചെയ്യാത്തത് അതും അടുത്ത്. ഇത് പുത്തനാലിക്ക് ഭഗവതി ക്ഷേത്രമാണ്. അപ്പൊ ഇവിടെ പൂരം ഒക്കെ നടക്കാറുണ്ട്. അപ്പൊ പൂരത്തിനൊക്കെ ഈ പ്രാവശ്യം നല്ല ഫ്രീ ആയിട്ട് കാളനെയൊക്കെ കൊണ്ടുവരാം, നല്ല ഉഷാറായിട്ട് കൊണ്ടുവരാം. തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം അത്ര റോഡെല്ലാം വീതി കൂട്ടി തടസ്സങ്ങളൊക്കെ നീക്കി നല്ല റോഡ് വീതിയായിട്ട് ഇവിടുന്ന് ഒരു കുഴപ്പമില്ല. ആ കാവിന്റെ ആ കയറ്റത്തിന് മാത്രമേ ഉള്ളൂ പ്രശ്നം. ബാക്കിയുള്ളവർക്കൊക്കെ നല്ല വീതി, ആൾക്ക് നല്ല സഞ്ചാരയോഗ്യമായിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് പുതിയ പെട്രോൾ പമ്പാണ്. ചെർപ്പശ്ശേരി പുത്തനാലിക്കാവ് കഴിഞ്ഞിട്ടുള്ള ഒരു പെട്രോൾ പമ്പാണ്. അപ്പൊ ഇത് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നല്ല പണിയാണ്, നല്ല വീതി. ആദ്യമൊന്നും ഇത്രയും ഉണ്ടായിരുന്നില്ല. റോഡ് ചെറിയൊരു റോഡായിരുന്നു. വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. റോഡ് മോശം, അതേപോലെ വീതിയില്ലാത്തതും പാർക്കിംഗ് ഇല്ലാത്തതും ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ എന്താണെന്ന് വെച്ചാൽ പാർക്കിങ്ങിന് വളരെ ഒരു സംവിധാനം കണ്ടിരിക്കണം. പ്രൈവറ്റ് വണ്ടികൾക്ക് തന്നെ പ്രത്യേകിച്ച് ഉണ്ടായിരിക്കണം. എന്നാലുള്ള ഈ കടക്കാർക്കൊക്കെ ബിസിനസ് ഒക്കെ കൂടുണ്ടാവും. മറ്റുള്ളവർ വന്നാൽ മറ്റുള്ളവരും ബിസിനസ് ഉണ്ടാവട്ടെ, അതല്ല പറയുന്നത്. അവർക്കും കൂടി സൗകര്യം ഉണ്ടാക്കണം. പ്രൈവറ്റിലുള്ളവർക്കൊന്നും പാർക്കിംഗ് സൗകര്യം എവിടെയും കിട്ടുന്നില്ല. പിന്നെ ഇവിടെ കുറച്ച് ഭാഗം പണി ചെയ്യാനുണ്ട്, ചെയ്തിരിക്കുന്നു. പക്ഷെ ബാക്കി ഇത് അവസാന ഘട്ടത്തിലേക്കാണ്. 2 സൈഡും ഇനി ഡ്രൈനേജ് ഒക്കെ ചെയ്യാനുണ്ട്. അവിടെ പാറന്റെ ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇടിച്ചു പിടിച്ചിട്ട് വേണമായിരിക്കും. എന്തായാലും അത് അവർ ചെയ്യും തോന്നുന്നു. ഇതിപ്പോ എന്താണ്, ഇപ്പൊ ഈ റോഡിന്റെ എന്താണ് ഇനി ഇത് ചെന്ന് മുട്ടുന്നത് അത് പാലക്കാട് പെരിന്തൽമണ്ണ റോഡിലാണ്. ഇതും പാലക്കാട് തൂത ഒരു അടിപൊളി റോഡാണ്.